അൽ അഹദുൽ അറബി അറബിയുടെ കാലഘട്ടം. ദഖലത്തിൽ അറബിയത്ത് റുബുവൽ ഹിന്ദി ബിവാസിതതി തുജാറിൽ അറബ്. അറബി കച്ചവടക്കാരുടെ സഹായത്തോടു കൂടെയാണ് പിന്നെ ഇന്ത്യയുടെ 1/4 ഭാഗത്തേക്ക് അറബികൾ വരുന്നത്. സുമബദാത്തി സഖാഫത്തുൽ അറബിയത്ത് തന്തശറു ഫിഹ. പിന്നെ ഇന്ത്യയിൽ അറബി സംസ്കാരം പരക്കാൻ വേണ്ടി തുടങ്ങി. വഖുസൂസൻ പ്രത്യേകിച്ചും ബഅദ അൽ ഫത്ഹിൽ ഇസ്ലാമി, ഇസ്ലാമിക വിജയത്തിന് ശേഷമായിരുന്നു പ്രത്യേകിച്ചും. അല്ലദീ ഖാദഹു, അതിനെ നയിച്ചത് പിന്നെ മുഹമ്മദ് ബിൻ അൽ ഖാസിം എന്ന് പറയുന്ന ആളാണ്. ഇലാ ബിലാദി സിന്ധ് എന്ന് പറയുന്ന നാട്ടിലേക്ക്, ഇന്ത്യൻ നാട്ടിലേക്ക് മുഹമ്മദ് ബിൻ അൽ ഖാസിമാണ് ഇസ്ലാമിക ഭരണങ്ങളെ, ഇസ്ലാമിക സംസ്കാരങ്ങളെ നയിച്ചു കൊണ്ടുവന്നത്. ആം ഹിജറ 91-ലാണ്, അതായത് 712 ക്രിസ്തു വർഷം. അഫി ഹാദിഹിൽ ഫത്ര, ഈ ഒരു കാലഘട്ടത്തിൽ ഖദിമ അദദും കബീറും മിനൽ ഉലമായി ഇലൽ ഹിന്ദി, ഇന്ത്യയിലേക്ക് ഒരുപാട് പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്. മിൻ അംസാൽ റബീബിൻ സബീഹുൽ ബസരി അസാദി എന്ന് പറയുന്ന പണ്ഡിതൻ. വക്കാന താബീൻ, അദ്ദേഹം താബീങ്ങളിൽപ്പെട്ട ആളായിരുന്നു, അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. വല്ലർജോ, പ്രബലമായ അഭിപ്രായം തന്നെ അവലുമൻ ദവ്വനൽ അഹാദീസ നബവിയ, ഇത് പഠിച്ചു വെക്കുക. നബവിയായ ഹദീസുകളെ, നബിതങ്ങളുടെ ഹദീസുകളെ ആദ്യമായിട്ട് ക്രോഡീകരിച്ചത് റബീബിൻ സബീഹിൽ ബസരി അസാദി എന്ന് പറയുന്ന ആളാണ്. വക്കദാലിക്ക, അതേപോലെ തന്നെ കാന യസൂറുൽ ഹിന്ദ്, ഇന്ത്യയിലേക്ക് സന്ദർശിക്കുമായിരുന്നു ഹബ്ബാബ് ബിൻ ഫലാലത്ത് താബി എന്ന്, താബിയാകുന്ന ഹബ്ബാബ് ബിൻ ഫലാല എന്ന് പറയുന്ന ആൾ. ബിസുഹബത്തി ഹൗലായി ലഫാദിൽ, ഇവരുടെ കൂടെ തന്നെ നഷാ ജീലുൻ മുസഖഫും ബിൽ ഉലൂമിൽ ഇസ്ലാമിയ വല്ലുഗത്തിൽ അറബിയ ഫി മനാതിഖ് സിന്ധ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അറബി ഭാഷ, ഇസ്ലാമിക അറിവുകൾ, വിജ്ഞാനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരു നൂറ്റാണ്ട് തന്നെ, ഒരു കൂട്ടം ആളുകൾ തന്നെ വളർന്നു വന്നു എന്നാണ്. മിമ്മൻ നബഗമിൻ നഹരിഹ വക്തയിൽ, ആ സമയത്ത് വന്ന ആളുകളാണ് ഷെയ്ഖ് അബൂ മഅ്ശർ നജീഹ് ബിൻ അബ്ദുറഹ്മാൻ സിന്ധി അൽ മദനി അൽ മുതവഫ ഹിജ്റ 170 വഫാത്തായ അദ്ദേഹം. അല്ലാതെ യുഅ്തബർ മിൻ അഖദമി കിതാബി സീറ അൻ നബവിയ്യ, നബവിയായ സീറയുടെ, നബി തങ്ങളുടെ സീറയുടെ കിതാബുകളിൽ ഏറ്റവും പഴയ കിതാബായിട്ട് പരിഗണിക്കപ്പെടുന്ന കുത്താബ്, എഴുത്തുകാർ, നബി തങ്ങളുടെ കഥകൾ എഴുതുന്ന പണ്ടത്തെ ആളാണ് ഇദ്ദേഹം, ഷെയ്ഖ് അബൂ മഅ്ശർ നജീഹ് ബിൻ അബ്ദുറഹ്മാൻ സിന്ധി അൽ മദനി. പിന്നെ വഷായറുൽ അറബി അൽ മഷൂർ, പിന്നെ ഒരാളാണ് അബു അത്താവു സിന്ധി അൽ മുതവഫ സനത്ത 150 ഹിജ്റ. പിന്നെ റജാവു സിന്ധി എന്ന് പറയുന്ന ആൾ. ചില ആൾക്കാരെ പേര് ഓർമ്മിച്ചേക്കുക. ഷഹീദത്ത് മിന്തഖത്ത് ഗുജറാത്ത്, ഗുജറാത്ത് എന്ന് പറയുന്ന നാട് സാക്ഷിയായി ഫീമാ ബഅദു, അതിനുശേഷം തതവ്വുറൻ മൽഹൂദൻ ഫി ഉലൂമിൽ ലുഗത്തിൽ അറബിയ ഫി അഹദി മുലൂക്കിയ മിൻ ഉസ്റത്തിൽ മുളഫരിയ കുടുംബത്തിൽ നിന്നുള്ള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അറബി ഭാഷയുടെ വിജ്ഞാനങ്ങളിൽ വളരെ വികസനങ്ങൾ ഈ മിന്തഖത്ത് ഗുജറാത്ത് എന്ന് പറയുന്ന നാട്ടിലുണ്ടായി. വൽ ഫദ്ലു ഫി ദാലിക യർജിഉ, അതിലുള്ള ശ്രേഷ്ഠതകൾ മുഴുവനും യർജു ഇലൽ ഹുക്മിൽ ഇസ്ലാമി ഫിൽ സിന്ധി, ഇന്ത്യയിലുള്ള ഇസ്ലാമിക ഭരണത്തിലേക്ക് തന്നെ മടങ്ങും. അല്ലദീ ഹയ്യ ജൗവൻ മുനാസിബൻ ലിന്തിഷാരിഹ, അതിനു വേണ്ടിയുള്ള പ്രകൃതികളൊക്കെ ഉണ്ടാക്കിയതാരാണ്, അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയത് കമാനൽ മുലൂക മിനൽ ഉസ്റത്തിൽ മുളഫരിയ കുടുംബത്തിൽ നിന്നുള്ള രാജാക്കന്മാരെ പോലെ തന്നെ ഷജ്ജഉൽ ഉലമാഉ അലൽ ഇജ്തിഹാദി ഫിൽ ഉലൂമി വ തഅരീഫിഹ, ഇൽമുകളിലെ വിഷയത്തിലും അതിനെ രചിക്കുന്ന വിഷയത്തിലും ഇജ്തിഹാദ് ചെയ്യുന്ന വിഷയത്തിലൊക്കെ പണ്ഡിതന്മാരൊക്കെ അവർ ആ രാജാക്കന്മാർ എന്ത് ചെയ്തു, പിന്നെ പ്രേരിപ്പിച്ചു എന്നാണ്, നിർബന്ധിപ്പിച്ചു. വഖദ് ഇൻതശറത്തിൽ അറബിയത്ത് ഫി ഹാദിഹിൽ ളുറൂഫി ഫി മനാതിഖ് സിന്ധ് അല്ലത്തി തംതദ്ദു ഇലാ ദീബൽ എന്ന് പറയുന്ന നാട് വരെ, അൽ മൻസൂറ വൽ മുൽത്താൻ വനവാഹി, ഗുജറാത്തിൻ്റെ പല ഭാഗങ്ങൾ, ഈ നാടുകളിലേക്കൊക്കെ പരന്നു കിടക്കുന്ന അറബി ഭാഷ അത് പരക്കാൻ വേണ്ടി തുടങ്ങി. ബഖിയത്ത് ഹുനാക സുഹാവ് ഖർനൈൻ, 2 നൂറ്റാണ്ടുകളോളം അങ്ങനെ ബാക്കിയായിട്ടുണ്ട്. ഫഖാദ് മറാസീമുൽ ഹുക്കൂമത്തി തുക്തബു ബിൽ അറബിയ, ഏതുവരെയെന്ന് വെച്ചാൽ ഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ, എഴുത്തുകളൊക്കെ അറബി ഭാഷയിൽ തന്നെ അന്ന് എഴുതപ്പെട്ടുകൊണ്ടിരുന്നു. അതുവരെ എന്ത് ചെയ്തു, അറബി ഭാഷ പരന്നു എന്നാണ് ഇന്ത്യയിൽ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളുടെ പേര് പഠിക്കുക, പിന്നെ വർഷങ്ങൾ പഠിക്കുക, അതൊക്കെയാണ് ഇവിടെ ഈ അൽ അഹദുൽ അറബി എന്ന് പറയുന്ന ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് നമുക്ക് ഗസ്നവിയാക്കളുടേതും ഗോരിയാക്കളുടേതും മമാലിക്കിൻ്റെയും ഭരണത്തിനെ കുറിച്ച് പഠിക്കുക ഇൻഷാ അല്ലാഹ്.